ഇത് ദൈവനിശ്ചയമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. കാറ്റിന് സുഗന്ധവും ഇല്ല, ദുർഗന്ധവും ഇല്ല. രണ്ടും നൽകുന്നത് അതിനെ ആശ്രയിക്കുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏത് കാര്യമായാലും നമ്മളൊരു സെൻറ്റാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ആ സെൻറ്റിൻ്റെ മണമായിരിക്കും ആ കാറ്റിന് കിട്ടുന്നത്. പൂക്കളാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ പൂക്കളുടെ മണമാണ് ആ കാറ്റിന് കിട്ടുന്നത്. അല്ലാതെ കാറ്റിന് കാറ്റിൻ്റേതായ ഒരു സുഗന്ധം ഇല്ല, ഒരു ദുർഗന്ധവും ഇല്ല. ദുർഗന്ധം വമിക്കുന്നതും സുഗന്ധം പരത്തുന്നതും കാറ്റ് തന്നെയാണെങ്കിലും കാറ്റിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല. ഏത് വസ്തുവാണോ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, ആ കാറ്റിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, അതാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അതാണ് പരത്തുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്നറിയാം, കാറ്റിന് ഗന്ധമില്ല. ആ ഗന്ധത്തിനെ കൊടുക്കാൻ കാറ്റിന് കഴിയും. തൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ആശ്രയിച്ചാണ് ഈ ഗന്ധം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യന് പ്രത്യേകിച്ച് പറയത്തക്ക വലിയ വലിയ ക്വാളിറ്റികളൊന്നുമില്ല. നമ്മൾ വളർത്തുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്, ഗുണത്തിനനുസരിച്ചാണ് നമ്മുടെ ഗുണം വളരുന്നത്. നന്മയാണ് വളർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നന്മ വളർന്നിരിക്കും. തിന്മയാണ് നമ്മൾ വളർത്താൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ തിന്മ തന്നെ വളർന്നിരിക്കും. നന്മ വേണോ തിന്മ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നല്ലത് വേണോ ചീത്ത വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണം, നല്ല കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് നന്മ ചെയ്യണം. നമ്മളിലുണ്ടാകുന്ന അറിഞ്ഞും കൊണ്ടായാലും അറിയാതെയായാലും വരുന്ന ചീത്ത സ്വഭാവങ്ങൾ കളയണം. ഇതൊക്കെ മനുഷ്യവർഗത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ചീത്തയെ ചെയ്യൂ, ഞാൻ നന്നായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്ന് ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവർ നാശത്തിലും പടുകുഴിയിലും തന്നെ ചെന്ന് വീഴും. വെറുതെ പറയുന്നതല്ല, നരകവും സ്വർഗവും എല്ലാം ഉണ്ട്, ഭൂമിയിലും ഉണ്ട്, അതുപോലെ തന്നെ പല ലോകങ്ങളിലും ഉണ്ട്. അത് എല്ലാം തെളിയിക്കാനും പറ്റില്ല. തെളിവാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതുന്ന ആൾക്കാർക്ക് അത് തെളിവാണെന്ന് വരുത്തി തീർക്കാനും പറ്റൂല. കാരണം ഇതിനതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെയാണ് സുഗന്ധം പരത്തുന്നതും നമ്മൾ തന്നെയാണ് ദുർഗന്ധം പരത്തുന്നത്. അത് ഏത് വേണമെന്ന് തീരുമാനിക്കുക. നമുക്കെല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ പറ്റും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധോ ഇല്യൂഷനി പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539, 8089742539. Email ushabharati11@gmail.com. Visit YouTube Bharatiyamma Kaliyuga Avataram.